സേതു ഉറക്ക വായിച്ചു പഠിക്കാൻ പറഞ്ഞ കേക്കില്ലേ? എന്താ അനക്കൊന്നും കേക്കാത്തെ? മോനെ, കോപ്പി എഴുതി കഴിഞ്ഞു വെച്ചാ വർക്ക് ബുക്ക് ചെയ്തോട്ടോ. വായനയൊക്കെ കഴിഞ്ഞോ നിങ്ങളുടെ? ഹോംവർക്ക് ചെയ്ത് കഴിയാതെ ഇന്ന് രണ്ടാളും ഉറങ്ങാന്ന് വിചാരിക്കണ്ട. സേതു, മോൾ ഉറങ്ങാതെ നോക്കണോട്ടോ. ആ ഇങ്ങനെയപ്പ ഉണ്ടായേ. പുസ്തകം കണ്ട ഈ കുട്ടികൾക്ക് എങ്ങനെയാ ഉറക്കം വരണേന്ന് യാതൊരു പിടിയുമില്ല. അതിനെങ്ങനെയാ? അച്ഛൻ്റെ അല്ലേ മക്കള്. അച്ഛന് കറക്കും, മക്കൾക്ക് ഉറക്കും. ഡാ, എനിക്ക് ഒരാഴ്ചയായി നിന്റെ അച്ഛൻ്റെ ഈ കറക്കം തുടങ്ങിയിട്ട്. കാലത്തുള്ള പോക്കും പാതിരാത്രിക്കുള്ള വരവും. കറക്കൊക്കെ കഴിഞ്ഞ് വരട്ടെ. ഇവിടെ ഞാനും കുട്ടികളും ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ചിന്തയില്ല. ഓ, അതിനെങ്ങനെയാ? അത്യാവശ്യ സമയത്ത് ഇതിൽ വിളിച്ചാൽ കിട്ടുമോ? ഇനിയിപ്പോൾ കിട്ടിയാലും എടുക്കുമോ? അതല്ലേ സ്വഭാവം. നീ എന്താ ഇവിടെ ഈ നേരത്ത്? നിങ്ങളെന്താ ഈ നേരത്തെ ഇവിടെ? ഞാൻ ഇവിടെ ഇല്ലാതെ പിന്നെ അടുത്ത വീട്ടിൽ പോയി കിടന്നിറങ്ങാൻ പറ്റും എനിക്ക്? എന്തിനും പിന്നെ മറുപടി ഉണ്ടല്ലോ. ഛേ, നീ എന്താ സുമ ഇങ്ങനെ? ഞാൻ നോക്കിയപ്പോ നീ നല്ല ഉറക്കം, അതുകൊണ്ടാ നിന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചത്. സന്തോഷം. കുറച്ചു ദിവസമായി പാതിരാത്രിക്കുള്ളിൽ കയറി വരവ് തുടങ്ങിയിട്ട്. എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. നിനക്ക് എന്ത് മനസ്സിലായിന്ന്? ആദ്യം ഞാനൊന്ന് കുളിക്കട്ടെ, നീ ആ തോർത്തിനെടുക്ക്. ഓ, എന്ത് നോട്ടപ്പത്? മതി. കുട്ടികൾ ഉണഴിച്ചില്ലേ? നീ എന്താ സുമ ഇങ്ങനെ? ഞാനൊരല്പം വൈകിയെന്ന് വിചാരിച്ചിട്ട്. അപ്പം നീ ഇതുവരെ കഴിച്ചില്ലേ? സാമ്പാർ നല്ല രസം കേട്ടോ. അത് സാമ്പാറല്ല, രസാ. നല്ല രസം, സാമ്പാർ പോലെ തന്നെ. അതെന്താ നിർത്തിയോ? എന്നോട് ദേഷ്യപ്പെട്ട് പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? ഓ, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. രണ്ടോട്ടൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റും.